നമസ്കാരം. 10-ാം പടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജൂലൈ 1 മുതൽ ജൂലൈ 31 വരെയുള്ള ഒരു മാസത്തെ ഫലമാണ് 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കുന്നത് ഈ വീഡിയോയിലൂടെ. ഈ മാസത്തിൽ 17-ാം തീയതി ജൂലൈ 17-ന് ശുക്രൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുന്നു. അതുപോലെ 26-ാം തീയതി ശുക്രൻ ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. 28-ാം തീയതി ചൊവ്വ അതായത് കുജൻ ചിങ്ങം രാശിയിൽ നിന്നും കന്നി രാശിയിലേക്ക് സംക്രമിക്കുന്നു. ആദ്യം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ നിൽക്കുന്നത് 2-ലും പിന്നെ മാസാവസാനത്തോടുകൂടി 3-ാം ഭാവത്തിലേക്കും പോകുന്നു. അതുപോലെ തന്നെ സൂര്യൻ 4-ലേക്ക് പോകുന്നു മാസം പകുതി കഴിയുമ്പോൾ. മാസം അവസാനത്തോടുകൂടി ചൊവ്വ 5-ൽ നിന്ന് 6-ലേക്ക് പോകുന്നു. ശനി 12-ലാണ്, രാഹു 11-ലാണ്, കേതു 5-ലാണ്. ഒരു മാസത്തെ ഫലം പറയുകയാണ്. അപ്പോൾ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വലിയ ദോഷം വരാനില്ല. 2-ാം ഭാവത്തിലെ ശുക്രൻ്റെ നില സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നതിനാൽ ഗുണമാണ്. ഏകദേശം മാസാവസാനം വരെയും വലിയ ദോഷങ്ങൾ കാണുന്നില്ല. അതിനുശേഷവും ശുക്രൻ 3-ൽ നിൽക്കുമ്പോഴും സാമ്പത്തികമായിട്ട് ദോഷങ്ങളൊന്നും കാണുന്നില്ല. ഒരുപക്ഷെ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ചില പരാധീനതകളും പ്രശ്നങ്ങളും വന്നാൽ തന്നെ ഈ മാസം കൃത്യമായും അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. മാത്രമല്ല അവരുടെ പ്രവർത്തനങ്ങളിൽ വളരെയധികം കഴിവ് പ്രകടിപ്പിക്കാൻ സാധിക്കുകയും തങ്ങളുടെ ഇഷ്ടമേഖലയിൽ തങ്ങൾക്ക് കഴിവുള്ള മേഖലയിൽ നന്നായി അവർക്ക് തിളങ്ങാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണിത്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ കൂടുതൽ ആഴത്തിലുള്ള ഒരു വിശ്വാസവും അതുപോലെ തന്നെ സ്നേഹവുമൊക്കെ ഉണ്ടാകുന്നു. പ്രണയബന്ധം വളരെ ശക്തമാകുന്നു. ദാമ്പത്യത്തിലൊക്കെ വളരെ സുഖകരമായ അന്തരീക്ഷമുണ്ടാകുന്നു. ജീവിതത്തിൽ പൊതുവെ സുഖവും സന്തോഷവും ജോലിസ്ഥലത്തുമൊക്കെ തന്നെ അവരുടെ താൽക്കാലികമായി ഉണ്ടായിരുന്ന പിരിമുറുക്കമാർന്ന നിമിഷങ്ങൾക്കൊക്കെ മാറ്റം വരുന്നതായിട്ടാണ് ഈ മാസത്തിൽ പൊതുവെ കാണുന്നത്. അതുപോലെ വ്യക്തിത്വം വർദ്ധിക്കുമെന്ന് പറയുമ്പോൾ സ്ത്രീകൾ മേടക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം സ്ത്രീകൾക്ക് അവരുടെ മുഖ സൗന്ദര്യം വർദ്ധിക്കുന്നതായി കാണുന്നുണ്ട്. അതുപോലെ അവരുടെ വർത്തമാനങ്ങൾക്ക് കൂടുതൽ ഇമ്പവും മറ്റുള്ളവരിൽ കൂടുതൽ ആകർഷണീയത ഉളവാക്കുന്നതും വശ്യത ഉളവാക്കുന്നതുമായ അവസ്ഥകൾ ഉണ്ടാകാം. പുതിയ സൗഹാർദ്ദങ്ങൾ ഉണ്ടാകാം. കുടുംബാന്തരീക്ഷം കുറച്ചുകൂടി മെച്ചപ്പെടുത്താം. വീടിൻ്റെ അലങ്കാരപ്പണികളോ വീടിൻ്റെ അറ്റകുറ്റപ്പണികളോ ഒക്കെ വളരെ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളിലും അവർക്ക് ഏറ്റവും നന്നായി തിളങ്ങാൻ സാധിക്കും. തങ്ങളുടെ പ്രവർത്തനം മറ്റുള്ളവർക്ക് ആദരണീയവും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ആശ്രയിക്കാൻ തക്കവണ്ണമുള്ള ഒരു മാതൃകയായി മാറുന്ന തരത്തിൽ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. 2-ാം ഭാവം കൊണ്ട് ധനവും പറയുന്നതിനാൽ തീർച്ചയായും ധനപരമായ കാര്യത്തിലും അവർക്ക് ഗുണമാണ്. മാത്രമല്ല 11-ൽ നിൽക്കുന്നതും രാഹുവാണ്, ശനിയുടെ രാശിയാണ്. പാപഗ്രഹ സാന്നിധ്യം 11-ാം ഭാവത്തിന് വരുന്നത് നല്ലതാണ് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. കാരണം ശുഭ സാത്വിക ഗ്രഹങ്ങൾ 11-ൽ നിന്നാൽ വരുമാനം അല്ലെങ്കിൽ സാമ്പത്തികം ആവശ്യത്തിന് മാത്രമേ ആഗ്രഹിക്കൂ. മറ്റുള്ളവർ അനാവശ്യമായി ആഗ്രഹിക്കുമെന്നല്ല, മറ്റുള്ളവർക്ക് പണം ഉണ്ടാക്കാനുള്ള, അതായത് പാപഗ്രഹങ്ങൾ 11-ലോ പ്രത്യേകിച്ചും 11-ാം ഭാവത്തിൽ നിന്നാൽ അല്ലെങ്കിൽ 2-ൽ നിന്നാൽ, കൂടുതലായും 11-ൽ നിന്നാൽ അവർക്ക് കൂടുതൽ പണം ഉണ്ടാക്കണം, അത് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹമുണ്ടാവും. ധനം ആർജിക്കാനുള്ള ഒരു മനസ്സുണ്ടാവും. അതുകൊണ്ട് തന്നെ പാപഗ്രഹ രാശിയായ 11-ാം ഭാവം ശനി മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം രാഹു സ്ഥിതനാകയാൽ ധനപരമായ വരവ് അവർക്ക് കൂടുതലായി ഉണ്ടാകുന്നു. 2-ലെ ശുക്രനും അത് കൂടുതലായി കാണിക്കുന്നു. 2-ലെ ശുക്രൻ അവരുടെ കഴിവിനനുസരിച്ച് കൂടുതൽ ധനം ഉണ്ടാക്കാൻ സാധിക്കുന്നതായിട്ടും കാണുന്നു. അപ്പോഴും ഓർക്കുക, 7ര ശനിയുടെ തുടക്കമാണ്. ധനകാരകനായ വ്യാഴം 3-ലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില പരുങ്ങലുകളും ചില പ്രശ്നങ്ങളും സാമ്പത്തിക മേഖലയിൽ ഉണ്ടാവാം. നേരത്തെ ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നവർക്ക് അത് കുറച്ചൊന്ന് അയവ് വരും എന്നേ ഈ ഒരു ഘട്ടത്തിൽ ചിന്തിക്കാൻ പാടുള്ളൂ. എന്നാലും കഴിഞ്ഞ കുറേ കാലമായിട്ടുണ്ടായിരുന്ന ചില കടബാധ്യതകളിൽ നിന്നും ചില സാമ്പത്തിക പിരിമുറുക്കങ്ങളിൽ നിന്നുമൊക്കെ അവർക്ക് രക്ഷ നേടാൻ സാധിക്കും. അതുപോലെ 5-ൽ കേതു സഞ്ചരിക്കുന്നതിനാൽ സന്താനങ്ങൾക്ക് ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ പഠന സംബന്ധമായ വിഷയങ്ങളിൽ കുഴപ്പമോ നേത്രങ്ങൾക്കോ ഹൃദയത്തിനോ അല്ലെങ്കിൽ ഞരമ്പുകൾക്കോ എന്തെങ്കിലും അസ്വസ്ഥതകളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിതാവിന്, ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ
അച്ഛന് തുല്യരായ വ്യക്തികൾക്കോ അല്ലെങ്കിൽ അച്ഛനോ ഒക്കെ ദോഷമുണ്ടാകാൻ, പിതാവിനോ ദോഷമുണ്ടാകാൻ, ആരോഗ്യ സംബന്ധമായ ദോഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ മാസം അവസാനത്തോടുകൂടി, ജൂലൈ മാസം അവസാനത്തോടുകൂടി മേടക്കൂറിൽപ്പെട്ടവർക്ക് ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാം. ചിലർക്കെങ്കിലും ചിലപ്പോൾ സർജറി വേണ്ടി വന്നേക്കാം. പ്രത്യേകിച്ച് ഋതുമതി ആകാൻ തുടങ്ങുന്ന പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള പെൺകുട്ടികൾക്കോ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉദര സംബന്ധമായ വ്യാധിയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഏതായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികം, പ്രവർത്തനം ഇത് രണ്ടും വലിയ ദോഷമൊന്നുമില്ല. മാസം അവസാനത്തോടുകൂടി ആരോഗ്യ സംബന്ധമായ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാം. മാസം പകുതിക്ക് ശേഷം മാതാവിനും ആരോഗ്യ സംബന്ധമായ പ്രശ്നമുണ്ടാകാം. വാഹനം സൂക്ഷിച്ചോടിക്കണം എന്ന് കാണുന്നു. അതുപോലെ തന്നെ അൾസറേഷനോ ഫിസ്റ്റുലയോ പൈൽസോ ഒക്കെ ഉള്ള, അത് പുരുഷനായാലും സ്ത്രീക്കായാലും മേടക്കൂറിൽപ്പെട്ടവർക്ക് അത് ചിലപ്പോൾ മൂർച്ഛിക്കാനോ സർജറിയുടെ ആവശ്യം അതിന് വേണ്ടിവരികയോ ഒക്കെ ചെയ്തേക്കാം. ഇത്തരം കാര്യങ്ങളാണ് പൊതുവെ ജൂലൈ മാസത്തിൽ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, 4, 5, 6 സായാഹ്നം വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 11 ഉച്ച കഴിഞ്ഞ് 12, 13 സന്ധ്യയ്ക്ക് ശേഷവും 13, 14, 15 വരെയും നല്ലതാണ്. ശേഷം 18, 19, 22, 23, 24 മധ്യാഹ്നം വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 29, 30, 31 മധ്യാഹ്നം വരെയും താരതമ്യേന ഭേദപ്പെട്ടതാണ്. ശേഷം ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 10ാം ഭാവത്തിലെ രാഹു, അതുപോലെ 11ൽ സഞ്ചരിക്കുന്ന ശനി, 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം, ആ വ്യാഴത്തിൻ്റെ കൂടെ സൂര്യനുമുണ്ട് 2ൽ 17ാം തീയതി വരെ. അതിനുശേഷമാണ് സൂര്യൻ 3ലേക്ക് പോകുന്നത്. അതുപോലെ മാസ അവസാനത്തോടുകൂടി ശുക്രൻ ഇവർക്ക് 2ാം ഭാവത്തിലേക്ക് പോകുന്നു. 2 ആചാര്യന്മാർ ധനസ്ഥാനത്തേക്ക് പോവുകയാണ് ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്, പ്രത്യേകിച്ചും മാസ അവസാനത്തോടുകൂടി. അതുപോലെ 5ാം ഭാവത്തിലേക്ക് ചൊവ്വ പോകുന്നു മാസം അവസാനത്തോടുകൂടി. കേതു 4ൽ നിൽക്കുകയും ചെയ്യുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത കാണുന്നില്ല ഈ മാസം. പ്രധാനമായും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ചില പിരിമുറുക്കമോ പ്രശ്നങ്ങളോ ഉണ്ടാകുമെങ്കിലും തങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് അതിനെയൊക്കെ അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കുമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും സമാന്തരമായി ഒരു ജോലി ഉണ്ടായിരിക്കുകയും സമാന്തരമായി ആദായം അല്ലെങ്കിൽ വരുമാനം നേടുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് വളരെ ഗുണകരമായ ഒരു മാസം തന്നെയാണ് ജൂലൈ മാസവും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ മേന്മ ഇവർക്ക് ഈ മാസം ഉണ്ടെന്ന് വേണം കാണാം. ചില സുഹൃത്ത് ബന്ധങ്ങൾ ഈ ഇടവക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് പുരുഷന്മാരുടെ സഹായത്താൽ സാമ്പത്തികവും ജോലി സംബന്ധമായ കാര്യങ്ങളിലും ഉയർച്ചയുണ്ടാവും. അതുപോലെ ഇടവക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് സ്ത്രീകളാലും സഹായമുണ്ടാവും, പ്രത്യേകിച്ചും ധനാഗമ കാര്യങ്ങളിലും അതുപോലെ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളിലും. എന്തായാലും തങ്ങളുടെ കഴിവ്, പ്രത്യേകിച്ചും ക്രിയേറ്റിവിറ്റിയുടെയും അത് വേറിട്ട് ചിന്തിക്കുന്ന ബുദ്ധിയുള്ളവരുടെയും ഒക്കെ കാര്യത്തിൽ ഈ മാസം ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ അവർക്ക് തിളക്കമുള്ള ഒരു രംഗമാക്കി തങ്ങളുടെ കർമ്മരംഗത്തെ മാറ്റാനും അതിൽ നിന്ന് വരുമാന വർധനവുണ്ടാക്കാനും സാധ്യമാവുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി വരുമാനത്തിൻ്റെ വർധനവ്, അതുകൂടാതെ തന്നെ സർവാഭീഷ്ടം 11ാം ഭാവം എന്ന പ്രമാണം വച്ചിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കണം. 1-2 തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ചില താമസങ്ങളോ ഉണ്ടാകുമെങ്കിലും ശനി തീർച്ചയായിട്ടും അവർക്ക് അനുഗ്രഹീതമായ സമ്മാനങ്ങൾ തന്നെ നൽകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. 2ൽ സഞ്ചരിക്കുന്ന വ്യാഴവും ഇവർക്ക് ഗുണമാണ്. സാമ്പത്തിക നേട്ടം, ജോലി സംബന്ധമായ കാര്യങ്ങളിൽ വളരെ നന്നായി തിളങ്ങാൻ സാധിക്കുന്ന അവസ്ഥ, കൂടുതൽ മികവോടുകൂടി തങ്ങളുടെ കർമ്മരംഗത്ത് തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കാൻ സാധ്യമാവുന്ന ഒരവസ്ഥ, അതിൽ നിന്ന് സാമ്പത്തിക നേട്ടം, കൂടെ പ്രവർത്തിക്കുന്നവരുടെ അതായത് സഹപ്രവർത്തകരുടെ അനുമോദനങ്ങൾ, മേലധികാരികളുടെ പ്രശംസ, ഇതെല്ലാം ഇവർക്ക് നേടാൻ സാധിക്കും. മാസാവസാനത്തോടുകൂടി മറ്റൊരാചാര്യനായ ശുക്രൻ കൂടി 2ാം ഭാവത്തിലേക്ക് പോകുന്നത് കൊണ്ട് ഏറ്റവും നന്നായി പെരുമാറുന്നതിനും കർമ്മരംഗത്ത് കൂടുതൽ തിളക്കമുള്ള തങ്ങളുടെ കഴിവുകൾ കൂടുതൽ തിളക്കമുള്ളതാക്കി മാറ്റാൻ, കൂടുതൽ മികവുള്ളതാക്കി മാറ്റാൻ ഇവർക്ക് സാധിക്കുന്നതായും അതുവഴി സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതായും കാണുന്നുണ്ട്. ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഭാഗ്യക്കുറി ടിക്കറ്റ് എടുത്താൽ അത് അടിക്കാൻ വരെ സാധ്യതയുണ്ട്. അത് ഈ വർഷം 2025 മെയ് മുതൽ 2026 മെയ് വരെയും, അതുപോലെ ശനിയുടെ സാന്നിധ്യം കൊണ്ട് 2025 മാർച്ചിന് ശേഷം, മാർച്ച് അവസാനത്തിന് ശേഷം ഏകദേശം 2027 ജൂൺ വരെയും സാധ്യതകളുണ്ട്.
മറ്റ് ഭാഗ്യാനുകൂലങ്ങൾ ഇവർക്ക് കൂടുതൽ തിളക്കമുള്ളതാകുമ്പോൾ തീർച്ചയായും ഏതെങ്കിലും വിധത്തിലുള്ള ഭാഗ്യം ഇവർക്ക് അനുഗ്രഹമായി വരും. ലോട്ടറി തന്നെ അടിക്കണമെന്നും ഇല്ല ഒരാൾക്ക് ഭാഗ്യം നേടാൻ. അയാൾ വിചാരിച്ചിരുന്ന കാര്യത്തിൽ ഒരു വിജയമുണ്ടായാൽ അത് ഭാഗ്യം തന്നെയാണ്. ചിലർക്ക് ചില ലക്ഷ്യങ്ങളുണ്ടാവും, ആ ലക്ഷ്യത്തെ സാധിക്കാൻ, ആ ലക്ഷ്യത്തെ കൈവരിക്കാൻ സാധിച്ചാൽ അതും ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് ലോട്ടറി അടിക്കുന്നതിൽ മാത്രമായി ഭാഗ്യത്തെ ചെറുതായി കാണണ്ട. എല്ലാ അർത്ഥത്തിലും ഗുണമുണ്ടാകാവുന്ന ഒരു അവസ്ഥ, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാനുള്ള അവസ്ഥ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം സൂക്ഷിക്കേണ്ട പ്രധാന കാര്യം ഇവരുടെ മാറിടം, അതുപോലെ തന്നെ ഈ ഉദരവും ഹൃദയവുമായി വേർപെടുത്തുന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ഡയഫ്രം പോലുള്ള സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കുടലിൻ്റെ തുടക്കഭാഗത്ത് ഉണ്ടാകാവുന്ന ചില അസ്വസ്ഥതകൾ സൂക്ഷിക്കണം. മാതാവിനും രോഗ അവശതകളോ പ്രശ്നങ്ങളോ വരാം. വാഹനവുമായി ബന്ധപ്പെട്ട് സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് കാണുന്നു. കൃത്യമായി വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നിവർത്തിക്കണമെന്നും കാണുന്നു. തീയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഭാരമുള്ള വസ്തുക്കളുമായി ബന്ധപ്പെട്ടോ ഒക്കെ വാഹനത്തിൽ നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വാഹനത്തിൻ്റെ അത്തരം കാര്യങ്ങൾ, അതായത് ചൂട് വർദ്ധിക്കുക അല്ലെങ്കിൽ തീയുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ, ഇതൊക്കെ വേണം. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങൾക്കും ദോഷാവസ്ഥകൾ കാണുന്നുണ്ട്. പ്രത്യേകമായി മൂർച്ചയുള്ള ആയുധങ്ങളോ അതുപോലെ തന്നെ ഭാരമുള്ള വസ്തുക്കളോ തീയ, ഇലക്ട്രിസിറ്റി ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ സൂചനകളും അടയാളങ്ങളും മാത്രമാണ്. ഇതൊക്കെ സംഭവിക്കണമെന്ന് വാശിയൊന്നും ആർക്കുമില്ല. പക്ഷേ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാം പറയണം എന്ന് വച്ചിട്ട് പറയുകയാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം പാദങ്ങളിൽ ഈ എക്സിമ പോലെയുള്ള ചൊറിച്ചിൽ പോലെയുള്ള അസ്കിതകൾ ഉണ്ടാകാനുള്ള സാധ്യത, സ്കിന്നിൻ്റെ കളർ ടോൺ മാറാം. അതുപോലെ തന്നെ പാദങ്ങളിൽ വിണ്ടുകീറൽ പോലെയോ ഇൻഫെക്ഷൻ, ഫംഗസ് ഇൻഫെക്ഷനോ ഒക്കെ വരാനുള്ള സാധ്യത, നഖം പൂക്കുന്ന പോലെയൊക്കെയുള്ള അവസ്ഥകൾ, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ അപവാദങ്ങളെ ഭയക്കണം. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4, 5, 6, 7, 8, ശേഷം 13 സന്ധ്യയ്ക്ക് ശേഷം 14, 15, 16, 17, 20, 21, 24 മധ്യാഹ്നത്തിന് ശേഷം 25, 26 സായാഹ്നം വരെയും ഇവർക്ക് താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായിട്ട് കാണുന്നു. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 9-ൽ രാഹു, 10-ാം ഭാവത്തിൽ ശനി, കണ്ടകശനിയാണ്. ജന്മത്തിൽ ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നു. പകുതിക്ക് ശേഷം സൂര്യൻ ജന്മത്തിൽ നിന്ന് 2-ലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ദോഷമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിലേക്ക് മാസ അവസാനത്തോടുകൂടി ചൊവ്വ പോകുന്നതാണ്. ജന്മത്തിൽ മാസം പകുതിക്ക് ശേഷം, മാസം അവസാനത്തോടുകൂടി ശുക്രൻ കൂടി കടന്നു വരുന്നു. അപ്പോൾ പ്രധാനമായും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പറയേണ്ട നേട്ടങ്ങളെന്ന് പറയുന്നത് അധികാരികളുമായി ബന്ധപ്പെട്ട്, മേലധികാരികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തങ്ങളുടെ ഉദ്യോഗ സംബന്ധമായ കാര്യങ്ങളിൽ തൊട്ടടുത്തുള്ള ബോസുമായി ബന്ധപ്പെട്ടോ ഒക്കെ മാസം പകുതിക്ക് ശേഷം ചില കാർക്കശ്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അത് കാണുന്നു. തൊഴിൽ രംഗം പൊതുവേ ഇവർക്കിപ്പോൾ അല്പം പിരിമുറുക്കമുള്ളതായി കാണാം. കാരണം 10-ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. 10 എന്ന് പറയുമ്പോൾ കർമ്മസ്ഥലമാണ്. ജോലി ഉള്ളവർക്ക് അതവരുടെ പ്രധാന വരുമാന മാർഗത്തിൻ്റെ കർമ്മവും, അതുപോലെ തന്നെ സാധാരണ മനുഷ്യർക്ക്, ജോലിയില്ലാത്തവർക്ക് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും 10-ാം ഭാവം കൊണ്ട് ചിന്തിക്കണം. രാവിലെ എണീറ്റ് പ്രാഥമിക കൃത്യ നിർവഹണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പാദങ്ങളുടെ ചലനം ഉൾപ്പെടെ മനസാവാച കർമ്മണയുള്ള കാര്യങ്ങളെല്ലാം 10-ാം ഭാവം കൊണ്ട് ചിന്തിക്കണം. മനസ്സിനെ ആകുലപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിനെ ഏതെങ്കിലും തരത്തിൽ ചില പ്രവർത്തനങ്ങളിൽ നിന്ന് വിഘാതപ്പെടുത്താൻ തക്കവണ്ണമുള്ള ആശങ്കകൾ, അതുപോലെ തന്നെ ജോലി സംബന്ധമായ പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പരിഹാരാർത്ഥം ശനിദേവന് അല്ലെങ്കിൽ ധർമ്മശാസ്താവിനോ അയ്യപ്പസ്വാമിക്കോ പരിഹാര പൂജകൾ ചെയ്താൽ മതിയാവും. ജപമാണ് പരമപ്രധാനം. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുന്നത് വളരെ നല്ലതാണ്. 10-ാം ഭാവത്തിന് വളരെയധികം പ്രാധാന്യം. 9 കഴിഞ്ഞാൽ 9-ന്റെ 2 ഭാഗ്യം,
കിട്ടിയാൽ, ഈശ്വരാനുഗ്രഹം ഉണ്ടായാൽ കർമ്മഭാവം കൂടുതൽ വിജയിക്കും എല്ലാ അർത്ഥത്തിലും എന്ന അർത്ഥത്തിൽ 9ന്റെ അടുത്ത സ്ഥാനം 10. അതുകൊണ്ട് അവിടെ ഒരു ശനി നിൽക്കുമ്പോൾ കർമ്മത്തിൽ, ജീവിതത്തിലെ പല കാര്യങ്ങളിലുമുള്ള പ്രവർത്തനങ്ങളിൽ തടസ്സമുണ്ടാവാം. വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് ശനി വളരെ ദ്രോഹിക്കില്ല എന്നാണ് പൊതുവെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ദോഷങ്ങൾ കാണണ്ട. മാത്രമല്ല 12ലെ ശുക്രൻ ഇവർക്ക് സാമ്പത്തിക നേട്ടം കൊടുക്കും മാസാവസാനം വരെ. അത് താരതമ്യേന ഗുണമാണ്. ജന്മത്തിലെ വ്യാഴം അത്ര നല്ലതൊന്നുമല്ല. ശുക്രൻ ജന്മത്തിലേക്ക് വരുന്നത് മാസാവസാനത്തോടു കൂടി നല്ലതാണ്. 9ൽ നിൽക്കുന്ന രാഹു പ്രവർത്തനങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തടസ്സവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കും. പ്രത്യേകിച്ചും ഭാഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ, പ്രത്യേകിച്ചും ശനിയുടെ രാശിയിൽ നിൽക്കുന്നതിനാൽ അവിടെ രാഹു കുറച്ചുകൂടി പാപബോധ്യമുള്ള ഒരു ഗ്രഹമായി മാറുന്നു, അല്ലെങ്കിൽ പാപശേഷിയുള്ള ഒരു ഗ്രഹമായി മാറുന്നു. അതുകൊണ്ട് തന്നെ തടസ്സങ്ങളുണ്ടാകാം. പിതാവുമായി ബന്ധപ്പെട്ടോ കുടുംബത്തിലെ മൂല കാരണവരുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു കുഴപ്പങ്ങളോ ഉണ്ടാകുന്നത് കൊണ്ട് ഇവരുടെ ജോലി തേടിയുള്ള യാത്രകൾക്കോ വിദേശ സംബന്ധമായ കാര്യങ്ങൾക്കോ അതുമല്ലെങ്കിൽ ഉപരിപഠനാർത്ഥമുള്ള യാത്രകൾക്കോ ഒക്കെ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജന്മ ഗ്രഹം വിട്ട് അകന്നു നിൽക്കേണ്ട അവസ്ഥയുണ്ടാകാം ചിലപ്പോഴൊക്കെ. മറ്റൊരു സ്ഥലത്ത് താമസിക്കുമ്പോഴും ചെറിയ ചില ആശങ്കകളും പ്രശ്നങ്ങളും ഇവരെ പിന്തുടരാം. എന്നാൽ മാസത്തിൻ്റെ അവസാനം വരെ, അവസാന ആഴ്ച വരെ ഉണ്ടാകാവുന്ന ഒരു ഊർജ്ജസ്വലത ഇവർക്ക് വളരെ ഗുണത്തെ ചെയ്യും. ഏതു പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറാൻ ഇവരുടെ മനസ്സിന് ശക്തിയും അതുപോലെ തന്നെ ശരീരത്തിന് പ്രചോദനവും ഉണ്ടാവും. അതുകൊണ്ട് സ്വാഭാവികമായും ധനം നേടുന്ന കാര്യത്തിലും അധ്വാനിക്കുന്ന കാര്യത്തിലും ഇവർക്ക് പല പ്രശ്നങ്ങളെയും പല തടസ്സങ്ങളെയും അതിജീവിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു ജൂലൈ മാസത്തിലും. അതുകൊണ്ട് മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത് ജോലിയിലൊരു വ്യത്യാസമുണ്ടാവാം, അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ ഒരു മാറ്റമുണ്ടാവാം, സാമ്പത്തികമായും ഒരു മാറ്റമുണ്ടാകാം. പ്രത്യേകിച്ചും ജോലിയുടെ മാസത്തിൻ്റെ അവസാന ആഴ്ചകളിൽ കൂടുതൽ സാമ്പത്തിക ഭദ്രത കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ വിജയവും ഒക്കെ മാസത്തിൻ്റെ രണ്ടാം പകുതിക്ക് ശേഷമാണ് കൂടുതലായിട്ട് കാണുന്നത്. എന്നാൽ അതേസമയം തന്നെ ബന്ധപ്പെട്ട അധികാരികളുമായോ സഹപ്രവർത്തകരുമായോ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഈ നക്ഷത്രക്കാരുടെ പിതാവിന് ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. മാസം അവസാനത്തോടു കൂടി മാതാവിനും ചില ശസ്ത്രക്രിയകളോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ നേരിടേണ്ടി വന്നേക്കാം. ഈ നക്ഷത്രക്കാർക്കാണെങ്കിൽ അവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ചും അരയ്ക്ക് താഴ്പോട്ട് കാൽമുട്ടുകൾ തൊട്ട് പാദങ്ങൾ വരെയുള്ള ഭാഗങ്ങളിൽ ശ്രദ്ധ വേണം. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശത ഉണ്ടാകാൻ സാധ്യതയുള്ളത് കാൽപാദങ്ങളിലേക്കുള്ള രക്തപ്രവാഹത്തിന് എന്തെങ്കിലും കുറവോ അല്ലെങ്കിൽ അവിടെ കാൽപാദങ്ങളിൽ എന്തെങ്കിലും വ്രണമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുകയും നടത്തത്തിന് ചലനത്തിന് അത് ബാധകമാകാൻ സാധ്യതയുമുള്ളതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടാം. അപ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കണം. അതുപോലെ പ്രവർത്തനങ്ങളിൽ വളരെ കരുതൽ വേണം. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അങ്ങേയറ്റത്തെ അച്ചടക്കവും നിയന്ത്രണങ്ങളും വേണം. സാമ്പത്തികം വലിയ ദോഷമില്ലാതെ ഈ മാസവും കടന്നു പോകുമെന്ന് തന്നെ കാണുന്നു. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി താരതമ്യേന ഗുണമാണ്. അത് കഴിഞ്ഞ് 1 സായാഹ്നം വരെ. അതിനുശേഷം ഇവർക്ക് ഗുണമുള്ളത് 6 സായാഹ്ന ശേഷം 7, 8, 9, 10, 11 ഉച്ചവരെ, ശേഷം 16, 17, 18, 19, 22, 23, 24 മധ്യാഹ്നം വരെയും, അതിനുശേഷം 26 സായാഹ്നത്തിന് ശേഷം 27, 28 ദിവസങ്ങളും ഇവർക്ക് താരതമ്യേന ഗുണമുള്ളതായിട്ടാണ് കാണുന്നത്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ രാഹു, 9ൽ ശനി, 11ൽ നിന്നിരുന്ന ശുക്രൻ മാസ അവസാനത്തോടു കൂടി 12ലേക്ക് പോകുന്നു. വ്യാഴം 12ലുണ്ട്. ജന്മത്തിലോട്ട് മാസം പകുതിക്കു ശേഷം സൂര്യൻ വരുന്നു. അതുപോലെ തന്നെ ബുധൻ ജന്മത്തിൽ തന്നെ ഉണ്ട്. ശുക്രൻ ഇപ്പോൾ ഇവർക്ക് മാസാവസാനത്തോടു കൂടി 12ലേക്ക് വരുന്നു. ചൊവ്വ 3-ാം ഭാവത്തിലേക്കും പോകുന്നു. 2ൽ കേതുവുണ്ട്. അപ്പോൾ ഭാഗ്യവും നിർഭാഗ്യവും ഒരുപോലെ നിന്ന് പകിട കളിക്കുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ മാസത്തിലും കാണുന്നുണ്ട്. തടസ്സങ്ങൾ, അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ, ആശങ്കകൾ ഇതൊക്കെ ഉണ്ടെങ്കിലും
ശുക്രൻ്റെ 11-ലെയും 12-ലെയും നില ഇവർക്ക് ഗുണമാണ്. ശുക്രൻ 12-ൽ ദോഷമൊന്നും ചെയ്യില്ല. ചാരവശാൽ ശുക്രൻ 6, 7, 10 ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോഴേ ദോഷം ചെയ്യുകയുള്ളൂ. ഇവിടെ 11-ൽ നിൽക്കുമ്പോൾ മാസം 26 വരെ, അതായത് ഏകദേശം മാസത്തിൻ്റെ സിംഹഭാഗം ദിവസങ്ങളും ഇവർക്ക് സാമ്പത്തികമായ ഗുണം തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഇവരുടെ കർമ്മമേഖലയിൽ ഇവർക്ക് ഏറ്റവും നന്നായി ശോഭിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. മറ്റുള്ളവരോട് ഇടപഴകുന്ന കാര്യത്തിലും തങ്ങളുടെ ജോലിയിൽ അങ്ങേയറ്റത്തെ മികവ് പുലർത്താൻ സാധിക്കുന്ന കാര്യത്തിലും ഇവർക്ക് മുൻപന്തിയിൽ തന്നെ നിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് നല്ല നേട്ടം കാണുന്നുണ്ട്. എന്നാൽ തടസ്സങ്ങളും അതുപോലെ തന്നെ ആശങ്കകളും നിർഭാഗ്യങ്ങളും ഒരുപോലെ തന്നെ ഇവരുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുപോലെ തന്നെ 12-ൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ചിലവ് വർദ്ധിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവ് വർദ്ധിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യവഹാരമെന്ന് പറഞ്ഞാൽ കേസോ തർക്കമോ കാര്യത്തിന് വേണ്ടി തങ്ങളുടെ ഭാഗം രക്ഷിക്കാനായി, തങ്ങളുടെ ഭാഗത്തെ ന്യായീകരണം കണ്ടെത്താനായി കൂടുതലായി പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. ചില യാത്രകൾ നടത്താം. ഉടനെ ലാഭം കിട്ടാത്ത കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാം. വീട് നിർമ്മാണത്തിനോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനോ സ്വന്തം ആരോഗ്യ സംരക്ഷണത്തിനോ അതല്ലെങ്കിൽ തീർത്ഥാടന യാത്രകൾക്കോ ഒക്കെ വേണ്ടിയിട്ട് പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. അതൊന്നും ഉടനെ ലാഭം കിട്ടുന്നതല്ല. എന്നാൽ മനസ്സിന് സന്തോഷം നൽകുകയും ഭാവിയിൽ വളരെ ഗുണം നൽകുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് പണം മുടക്കുന്നതാണ്. അതുകൊണ്ടൊരു നഷ്ടമെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ സാമ്പത്തികമായി ചിലവുണ്ട്. ശുക്രൻ 11-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും ഇവർക്ക് കഴിവുള്ള മേഖലകളിലൊക്കെ തന്നെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മാസാവസാനത്തോടുകൂടി ഇവർക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ വഴിയോ സഹോദര തുല്യരായ അല്ലെങ്കിൽ സഹോദരന്മാരിൽ നിന്നോ സഹോദരികളിൽ നിന്നോ ഒക്കെ സാമ്പത്തികമായ സഹായമോ ചില പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള സന്നദ്ധതയോ അവർ പ്രകടിപ്പിച്ചേക്കാം. അത് ഇവർക്ക് ഭാവിയിൽ ഗുണം നൽകുന്ന കാര്യമായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ പൊതുവെ ഇവരുടെ ഊർജ്ജസ്വലത, മനസ്സിൻ്റെ ശക്തി, ഉന്മേഷം ഇതൊന്നും ഒട്ടും ചോർന്നു പോകാതെ കൊണ്ടുപോകാൻ ജൂലൈ മാസത്തിലും സാധിക്കും. ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം മാസത്തിൻ്റെ അവസാന ദിവസങ്ങൾ വരെ ഇവരുടെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം, മുഖം വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പൊതുവെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ മുഖത്തു വരുന്ന പ്രധാനപ്പെട്ട ശാരീരിക അവയവങ്ങൾ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, തലമുടി, അതുപോലെ മുഖത്തെ സ്കിൻ, ഈ ഭാഗങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. തീയുമായി ബന്ധപ്പെട്ട് വളരെ കരുതലോടുകൂടി പ്രവർത്തനങ്ങൾ നടത്തണം. അടുക്കളയിലും അതുപോലെ തന്നെ ചൂടുള്ള പ്രദേശങ്ങൾ, ചൂടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുഖം കൂടുതൽ അടുപ്പിച്ച് ചെയ്യുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഫോൺ ഉപയോഗിക്കുമ്പോഴും ചാർജ് ചെയ്തുകൊണ്ടൊക്കെ ഫോൺ ചെയ്യുന്നത് ഇവർ വളരെ ശ്രദ്ധിക്കണം. മുഖവും ചെവി ഈ ഭാഗങ്ങളിൽ അപകട സാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ ചില ശസ്ത്രക്രിയകൾ മുഖത്തോ തലയ്ക്കോ അല്ലെങ്കിൽ മുഖത്തെ ശാരീരികമായ ഭാഗങ്ങൾക്കോ ഒക്കെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാമെന്നും കാണുന്നു. വളരെ അപ്രതീക്ഷിതമായി ചില ധനാഗമ മാർഗങ്ങൾ ഇവർക്ക് സഹോദരന്മാരിൽ നിന്നോ സഹോദരിയിൽ നിന്നോ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഒക്കെ ഇവരിലേക്ക് പണം എത്തിച്ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും വളരെ ശ്രദ്ധിക്കണം ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ. അതുപോലെ തന്നെ വാക്ക് വളരെ സൂക്ഷിക്കുക. ചില വാക്കുകൾ വളരെ ക്രൂരമാവുകയോ മറ്റുള്ളവർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ വരികയോ ചെയ്യുന്നതിൻ്റെ ഫലമായി കേസോ വഴക്കോ ചിലപ്പോൾ കയ്യാങ്കളിയോ ഒക്കെ ഉണ്ടായെന്നിരിക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ഇവർ. പൊതുവെ ജൂലൈ മാസത്തിൽ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഗുണമുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, അതിനുശേഷം 9, 10, 11, 12, 13 സന്ധ്യ വരെ, ശേഷം 18, 19, 20, 21, അത് കഴിഞ്ഞാൽ പിന്നെ 21, അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഗുണമുള്ളത് 24 മധ്യാഹ്നത്തിന് ശേഷം 25, 26 സായാഹ്നം വരെയും, അത് കഴിഞ്ഞാൽ 29, 30, 31 മധ്യാഹ്നം വരെയും ഗുണകരമാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 7-ൽ സഞ്ചരിക്കുന്നത് രാഹുവാണ്. ജന്മത്തിൽ ചൊവ്വയും കേതുവുമുണ്ട്. ചൊവ്വ 2-ാം ഭാവത്തിലേക്ക് പോകുന്നത് മാസം അവസാനത്തോടു കൂടിയാണ്. അതുപോലെ 11-ൽ സഞ്ചരിക്കുന്നു വ്യാഴം. മാസം അവസാനത്തോടു കൂടി ശുക്രനും കൂടെ 11-ാം ഭാവത്തിലേക്ക് വരുന്നു. അതുപോലെ ശനി അഷ്ടമത്തിലാണ്. അഷ്ടമത്തിലെ ശനിയും 10-ൽ സഞ്ചരിക്കുന്ന ശുക്രനും ദോഷങ്ങൾ സമ്മാനിക്കാൻ സാധ്യതയുണ്ട്. അഷ്ടമത്തിലെ ശനി തടസ്സങ്ങൾ ഉണ്ടാക്കുക, 10-ാം ഭാവത്തിൽ സ്വന്തം ക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ജോലി സംബന്ധമായ ഇടങ്ങളിൽ വലിയ ദോഷങ്ങൾ ഉണ്ടാകില്ല. എന്നാലും അഷ്ടമ ശനി
അവിടെ നിന്നുകൊണ്ട് നോക്കുന്നത് 3-ാം ഭാവത്തിലേക്ക് നോക്കുമ്പോൾ ഈ ശുക്രൻ്റെ രാശിയിലേക്കാണ്. അപ്പോൾ ശുക്രനിലേക്കും അത് വ്യാപിക്കും. സ്വാഭാവികമായും അഷ്ടമശനി, ഈ ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 6ഉം 7ഉം ഭാവാധിപനാണ് ശനി. മാരകാധിപത്യം ഉണ്ട്. 8ൽ നിന്നുകൊണ്ട് നോക്കുകയും ചെയ്യുന്നു കർമ്മഭാവത്തിലേക്ക്. അവിടെ ശുക്രൻ നിൽക്കുന്നു. ചാരവശാൽ 10ലെ ശുക്രൻ്റെ സഞ്ചാരം അത്ര നല്ലതല്ല. സ്വന്തം രാശിയായതിനാൽ ദോഷവശങ്ങൾ കുറയും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കർമ്മരംഗം വളരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ചും സ്ത്രീകളാൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലെ തന്നെ വരുമാനത്തിൻ്റെ കാര്യത്തിലും ഇവർക്ക് ക്രമാതീതമായ ഒരു വർധനവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും തടസ്സങ്ങളും പ്രശ്നങ്ങളും മറ്റേതെങ്കിലും വിധത്തിൽ ഈ വരുന്ന സാമ്പത്തിക സ്രോതസ്സിനെ തടയാനുമൊക്കെ അവസ്ഥകൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സാമ്പത്തിക നേട്ടം ഇവരുടെ അടുത്തേക്ക് എത്തിച്ചേരുമെന്ന് കാണുന്നു. പക്ഷേ പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ ഇവർ വളരെ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം അനാമത്ത് ചിലവുണ്ടാകാം, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടോ തർക്കങ്ങളോ വിതർക്കങ്ങളോ ഉണ്ടായിട്ട് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫലപൂർത്തീകരണത്തിനായി അത് നിവർത്തിക്കുവാൻ വേണ്ടിയൊക്കെ ചിലപ്പോൾ പണം ചെലവഴിക്കേണ്ടി വരികയോ ചെയ്തേക്കാം. സൂര്യൻ ഇവർക്ക് മാസം ആദ്യം വരെ 11ലും പിന്നീട് 12ലുമാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് മാസം പകുതിക്ക് ശേഷം ഇവരുടെ മേലധികാരികളുമായോ അല്ലെങ്കിൽ ഉന്നതാധികാരത്തിൽപ്പെട്ട അധികാരവർഗങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെ വഴക്കോ കലഹമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം ആൾക്കാരിൽ നിന്ന് ഇവർക്ക് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാനുള്ള സാധ്യതയും ജൂലൈ മാസം പകുതിക്ക് ശേഷം സാധ്യത കാണുന്നു. അതുകൊണ്ട് ആളുകളോട് ഇടപെടുമ്പോൾ, പ്രത്യേകിച്ചും മേലധികാരികളോടൊക്കെ ഇടപഴകുമ്പോൾ അങ്ങേയറ്റത്തെ ബുദ്ധിവൈഭവവും പ്രായോഗികതയും പുലർത്തണം എന്ന് ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പറയുന്നു. സൗമ്യമായി പെരുമാറുക, പക്വതയോടുകൂടി പെരുമാറുക, തങ്ങളുടെ നീതിപൂർവകമായ കാര്യങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കുക. അങ്ങനെ വരുമ്പോൾ അധികാരിവർഗത്തിന് ഇവരോട് കൂറ് പുലർത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആദരവുണ്ടാകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കലഹത്തിനുണ്ടാകുന്ന വഴികൾ അഷ്ടമത്തിലെ ശനി തുറന്നിടും. അതുപോലെ തന്നെ 10ൽ നിൽക്കുന്ന ശുക്രനും സ്വന്തം ക്ഷേത്രത്തിലായതിനാൽ കുറച്ചെങ്കിലും ഗുണത്തെ സമ്മാനിക്കുമെങ്കിലും ദോഷമുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. മാത്രമല്ല 7ൽ നിൽക്കുന്ന രാഹു, 7 ദാമ്പത്യത്തിൻ്റെ ഭാവം മാത്രമായി ഒതുക്കണ്ട, 7 സർവ്വകാര്യങ്ങൾക്കും നിവൃത്തി സ്ഥാനമായി നിൽക്കുന്ന ഒരു ഭാവം കൂടിയാണ്. അവിടെ നിൽക്കുന്നത് രാഹുവാണ്. ജന്മത്തിൽ മാസം അവസാനം വരെ ചൊവ്വയും കേതുവുമുണ്ട്. ഇതൊക്കെ തന്നെ ശാരീരികമായി അവശതയുണ്ടാവുക, രോഗാതുരമായ അവസ്ഥകൾ ഉണ്ടാകുക, തങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ വ്യാജ പ്രചരണങ്ങൾ ആൾക്കാർ നടത്തുക, അതുമായി ബന്ധപ്പെട്ട് മാനസികമായ വിഷമങ്ങൾ ഉണ്ടാവുക തുടങ്ങി ഒട്ടനേകം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വിരളമല്ല ഈ ഒരു അവസ്ഥയിൽ. പ്രത്യേകിച്ച് ചിങ്ങക്കൂറിന് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ട്. അത് മറന്നുകൊണ്ടല്ല പറയുന്നത്. എന്നാൽ പോലും തുല്യ അവസ്ഥയിൽ പാപഗ്രഹങ്ങളും ദോഷാവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. കൃത്യമായ പ്രാർത്ഥന, ഉചിതമായ ചിട്ടകൾ, അതുപോലെ തന്നെ ജപ ഹോമാദികൾ ഇതെല്ലാം നടത്തി മുന്നോട്ട് പോവുക എന്നാണ് ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പറയാനുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം മാസ അവസാനത്തോടുകൂടി മുഖം സംരക്ഷിക്കണം, വാക്കുകളും വളരെ സൂക്ഷിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം, അതായത് ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി സായാഹ്നം വരെ നല്ലതാണ്. ശേഷം 4, 5, 6 സായാഹ്നം വരെ നല്ലതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 11-ാം തീയതി ഉച്ച കഴിഞ്ഞ് 12, 13 സന്ധ്യ വരെയും 13, 14, 15 നല്ലതാണ്. ശേഷം 20, 21, 22, 23, 24 മധ്യാഹ്നം വരെയും. അത് കഴിഞ്ഞാൽ പിന്നെ 26, 27, 28 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനി ഉണ്ട്. അതുപോലെ തന്നെ 10ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം വ്യാഴമാണ്. മാസം അവസാനത്തോടുകൂടി ശുക്രൻ അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നു. 6ൽ രാഹു, 12ൽ നിൽക്കുന്ന ചൊവ്വ ജന്മത്തിലേക്ക് വരുന്നു. മാസ അവസാനത്തിൽ 12ൽ കേതു നിൽക്കുന്നു. ബുധൻ 11ലാണ്. എന്തായാലും പ്രവർത്തനങ്ങളിൽ ഇവർക്ക് ബുധൻ്റെ ഗുണം കൂടുതലായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ജന്മലഗ്നാധിപൻ 11ൽ നിൽക്കുന്നത് വളരെ നല്ലതാണ്. സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇവർക്ക് പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാവുകയും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് വളരെ അകമഴിഞ്ഞ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും അത്തരത്തിലുള്ള സഹകരണ മനോഭാവത്തോടുകൂടി മറ്റുള്ളവരുടെ അനുഗ്രഹം നേടാനും ഇവർക്ക് സാധിക്കും. അതുകൊണ്ട് കർമ്മരംഗം വളരെ ശോഭനീയമാണ്. വ്യാഴം 10ൽ നിൽക്കുന്നത് കണ്ടകവ്യാഴൻ ആണെങ്കിൽ പോലും അവർക്ക് കർമ്മരംഗത്ത് വലിയ ദോഷങ്ങൾ വ്യാഴം ചെയ്യില്ല. ശത്രുരാശിയിലാണ് വ്യാഴം നിൽക്കുന്നതെന്ന ചിന്ത മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത്. എന്നാലും വ്യാഴത്തിൽ നിന്ന് അനിഷ്ടാവസ്ഥകൾ വലുതായി പ്രതീക്ഷിക്കേണ്ട. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സവും പ്രശ്നങ്ങളും ഉണ്ടാകാം, അത് കാണുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും അതിനെ അതിജീവിച്ചുകൊണ്ട് ബുധൻ ഇവർക്ക് ഗുണത്തെ ചെയ്യും. പ്രത്യേകിച്ച് ബുധൻ യൗവനാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാണ്, കുമാരനാണ്. അതുകൊണ്ട് തന്നെ
തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ കഴിവും ശാരീരികവും മാനസികവുമായ ഊർജ്ജസ്വലതയും പ്രകടിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ഇവർക്ക്. അതുകൊണ്ട് സാമ്പത്തിക നേട്ടം കൃത്യമായി ഉണ്ടാകുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ, എഞ്ചിനീയറിംഗ് മേഖലകളിൽ, എഴുത്ത്, അതുപോലെ രചനാ മേഖലകൾ, സൃഷ്ടിപരമായ കർമ്മ മേഖലകൾ, അതുപോലെ തന്നെ വിവിധ വകുപ്പുകളിലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ തന്നെയും 11-ലെ ബുധൻ വളരെ ഗുണത്തെ ചെയ്യും, സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കും. 12-ൽ ചൊവ്വ നിൽക്കുന്നതിനാൽ ചിലവ് വർദ്ധിച്ചിരിക്കാനും പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായോ അപകട സംബന്ധമായോ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവ് വർദ്ധിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അഗ്നികാരകനാണ് ചൊവ്വ, നിൽക്കുന്നത് ചൂടുള്ള രാശിയിലാണ്. കേതു കൂടെയുണ്ട്, ധൂമകേതു കൂടെയുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ചൂടിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ചൂടുമായി ബന്ധപ്പെട്ട്, ഈ ചൂട് എന്ന് പറയുമ്പോൾ തീയുടെ മാത്രം ചൂടല്ല, ആന്തരികമായ ആശങ്കകളും പിരിമുറുക്കങ്ങളും ഉണ്ടാകാവുന്ന ചൂടിനെയും ഉള്ളിലുണ്ടാകുന്ന ചൂടിനെയും സങ്കല്പിക്കണം. അതുപോലെ തന്നെ ഭൗതികമായി കാണുന്ന അഗ്നി, അതായത് അടുക്കളയിലെ ചൂട്, അതുപോലെ ഇലക്ട്രിസിറ്റി, ഇതിൽ നിന്നൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകൾ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അലഞ്ഞു തിരിയേണ്ടി വരിക, പ്രവർത്തനങ്ങൾ ചിലപ്പോൾ ചിലയിടത്ത് ഏകോപിപ്പിക്കാൻ സാധിക്കാതെ വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ പോലും സാമ്പത്തികമായി ഏതെങ്കിലും വിധത്തിലൊക്കെ ഇവർക്ക് സഹായം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കഴിഞ്ഞ കുറേ കാലമായി മുടങ്ങിക്കിടന്നിരുന്നതോ അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായി പണം വരാതെ കിടന്നിരുന്നതോ ആയ ചില മേഖലകൾ ഇവർക്ക് ശരിയാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. ചില ശത്രുക്കൾ പോലും ഇവർക്ക് മിത്രങ്ങളായിട്ട് വരും. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും ഇവർക്ക് കുറച്ചുകൂടി ഉന്മേഷമൊക്കെ ഉണ്ടാകും. ചൊവ്വ 12-ൽ നിൽക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളല്ല ചൊവ്വ 12-ൽ നിന്നാൽ അപകട സാധ്യതകളാണ് കൂടുതൽ കാണുന്നത്. രാഹു 6-ൽ നിൽക്കുന്നത് പല രോഗങ്ങളിൽ നിന്നും അവർക്ക് മുക്തിയും കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ സമാനമായി ചിന്തിച്ചുകൊണ്ട് വേണം ഒരു നിഗമനത്തിലെത്താൻ. ആരോഗ്യം എന്ന് പറഞ്ഞാൽ രോഗമോ പനിയോ മറ്റ് അവശതകളോ അല്ല കൂടുതലായിട്ട് ഇവരെ ബാധിക്കുക, മറിച്ച് പ്രവർത്തനങ്ങൾ, സാഹസികത, ഇതെല്ലാം ഒരുമിച്ചുണ്ടാകാവുന്ന ചില വേളകളിൽ സംഭവിക്കാവുന്ന അപകട സാധ്യതകളാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ എടുത്ത് ഉയരങ്ങളിലേക്ക് പോകുമ്പോഴും ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ ഇതൊക്കെ എടുക്കുമ്പോഴും പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് വലിയ ദോഷമില്ല. ശുക്രൻ 9-ലാണ്, സ്വന്തം രാശിയിലാണ് മാസത്തിൻ്റെ സിംഹഭാഗം ദിവസങ്ങളിലും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ദേവിയുടെ അനുഗ്രഹം, പൊതുവെയുള്ള ജീവിതത്തിൽ ഈശ്വരൻ്റെ രക്ഷ, ഭഗവതിയുടെ രക്ഷ ഇവർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളൊക്കെ മാറുകയും അതുപോലെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അധ്വാനത്തിന് വഴി തുറന്ന് കിട്ടുകയും സാമ്പത്തികമായി ഭദ്രതയുണ്ടാവുകയും ഒക്കെ ചെയ്യും. തടസ്സങ്ങൾ ഉണ്ടാകും, ശ്രദ്ധിക്കണം. കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കാം. ജീവിത പങ്കാളിക്ക് ശാരീരികമായ അവശതയുണ്ടാകാം. ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. എന്നാലും ഈ രക്ഷയും അവരോടൊപ്പമുണ്ട്. കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, 6-ാം തീയതി സായാഹ്ന ശേഷം 7, 8, 13 സന്ധ്യയ്ക്ക് ശേഷം 14, 15, 16, 17, 22, 23, 24 മധ്യാഹ്നം വരെ, 24 മധ്യാഹ്നത്തിന് ശേഷവും 25, 26 സായാഹ്നം വരെയും ഗുണമുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 29, 30, 31 മധ്യാഹ്നം വരെയും ഗുണമാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 9-ാം ഭാവത്തിൽ ആണ് വ്യാഴം സഞ്ചരിക്കുന്നത്. മാസം പകുതിക്ക് ശേഷം, മാസ അവസാനത്തോടുകൂടി ശുക്രൻ 8-ൽ നിന്ന് 9-ലേക്ക് പോകും. അതുപോലെ 9-ൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന സൂര്യൻ 10-ലേക്ക് പോകും മാസം പകുതിക്ക് ശേഷം. അവസാനത്തോടുകൂടി ചൊവ്വ 12-ലേക്ക് വരുന്നു, 11-ൽ നിന്ന് 12-ലേക്ക് വരുന്നു. 5-ൽ രാഹുവാണ്, 6-ൽ ശനിയാണ്. എന്തായാലും തുലാക്കൂറിന് കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് ശേഷം നേട്ടം തന്നെയാണ് എന്ന് ഇപ്പോഴത്തെ ഗ്രഹങ്ങളുടെ വിധാനമനുസരിച്ച് പറയേണ്ടിയിരിക്കുന്നു. 9-ലെ വ്യാഴം നല്ലതാണ്. സ്വാഭാവികമായും ശുക്രനും 9-ൽ നല്ലതാണ്. 8-ൽ ശുക്രൻ ദോഷമൊന്നുമല്ല, പ്രത്യേകിച്ചും സ്വന്തം രാശിയിൽ കൂടി നിൽക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമല്ല. അപ്രതീക്ഷിതമായി ഇവർക്ക് ചില കച്ചവട സാധ്യതകളോ അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തനങ്ങളിൽ തടസ്സമുണ്ടായിരുന്നത് മാറി അപ്രതീക്ഷിതമായി പണത്തിൻ്റെ രൂപത്തിലോ മറ്റ് ഭാഗ്യ നേട്ടങ്ങളുടെ രൂപത്തിലോ അതവർക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്, വിജയം വരുന്നതായിട്ട് കാണുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന, ആശങ്കകൾ ഉണർത്തിക്കൊണ്ടിരുന്ന മേഖലകൾ, അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ, അവിടെയൊക്കെ ഒരു മാറ്റം, ഒരു പുതുജീവൻ്റെ മാറ്റം അവിടെയൊക്കെ കാണുന്നു. അഭിവൃദ്ധിയുടെ തുടക്കം കാണുന്നു. അതുകൊണ്ട് ആശിക്കാൻ വകയുണ്ട്. ആശങ്കകളെ അകറ്റാൻ ഇവർക്ക് സാധിക്കുമെന്ന് തന്നെ കാണുന്നു. 5-ാം ഭാവത്തിലെ രാഹു 5
മനസ്സാണ്, ബുദ്ധിയാണ്. പ്രജ്ഞാപ്രതിഭ സന്താന ഭാഗ്യഭാവങ്ങൾ 5 കൊണ്ട് നിരൂപണേ. ആ പ്രമാണം വച്ച് 5-ാം ഭാവം പാപക്ഷേത്രമാവുകയും അവിടെ രാഹു നിൽക്കുകയും ചെയ്യുന്നു. രാഹു 5-ൽ നിന്നുകൊണ്ട് 11-ലേക്ക് നോക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും 5-ലെ രാഹുവിന് ചില വിശിഷ്ട സേവനങ്ങൾ ചെയ്യാൻ സാധിക്കും. വേറൊന്നുമല്ല, കർമ്മത്തിൽ മാറി നിന്നുകൊണ്ട് ചിന്തിക്കുക. ചില വേറിട്ട ചിന്തകൾ ഇപ്പോൾ ഇവർക്ക് വരുമാന മാർഗമായി മാറാം. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നവൻ്റെ മുമ്പിൽ ചില അതിസാഹസിക ബുദ്ധികൾ ചിലപ്പോൾ വൻ വിജയമായി മാറും. ചില ഹ്രസ്വ ചിന്തകൾ, പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ മാറ്റങ്ങൾ വരുത്തും. അങ്ങനെ ചില സഹായങ്ങൾ രാഹുവിന് തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ സന്താനങ്ങൾക്ക് ദുരിതം കാണുന്നുണ്ട്, അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് മാനസികമായ വിഷമങ്ങൾ ഉണ്ടാകാം, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം. എന്നാലും ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വരുമാനം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മാസത്തിൻ്റെ അവസാന ദിവസങ്ങൾ ചിലപ്പോൾ അല്പം ചിലവ് വർദ്ധിച്ചിരിക്കാനോ ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരികമായ അവശതകൾക്കോ അപകട സാധ്യതകൾക്കോ വഴിയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം പിതാവിനുണ്ടായിരുന്ന ദോഷാവസ്ഥകൾക്കൊരു മാറ്റമുണ്ടാകുന്നു, പ്രത്യേകിച്ചും മാസം അവസാനത്തോടുകൂടി. മാസം അവസാനത്തിലെ വാരം, ആഴ്ച ഇവർക്ക് വളരെ ഗുണകരമാണ് പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിൽ. കുറച്ചുകൂടി ഇവരുടെ മനസ്സിനെ സമാധാനിപ്പിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഈശ്വരാനുഗ്രഹം ഉണ്ട്, ദേവിയുടെ അനുഗ്രഹവും ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായ ധനസഹായം, പ്രവർത്തനങ്ങളിൽ പെട്ടെന്നുള്ളൊരു മാറ്റം, അതുവരെ ഉണ്ടായിരുന്ന നഷ്ടങ്ങൾക്കൊക്കെ ഒരു മാറ്റമുണ്ടാകുന്നതായി കാണുന്നു. അഭിവൃദ്ധിയുടെ തുടക്കം ഇവരിൽ തീർച്ചയായിട്ടും ഇവർക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ട് ആശങ്കകൾക്കൊക്കെ വിരാമം വരുന്നു എന്ന് തന്നെ ചിന്തിക്കുക. തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ജൂലൈ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി സായാഹ്നം വരെയും, അത് കഴിഞ്ഞാൽ 4, 5, 6 സായാഹ്നം വരെയും, ശേഷം 9, 10, 11 ഉച്ചവരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 16, 17, 18, 19, 24 മധ്യാഹ്ന ശേഷം 25, 26, 27, 28 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണും. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ 7-ൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ശുക്രൻ മാസം 26 ആകുമ്പോൾ, 26-ാമത്തെ ദിവസമാകുമ്പോൾ അത് 8-ലോട്ട് പോകുന്നു. ശുക്രൻ 7-ൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല, പക്ഷേ സ്വന്തം രാശി ആയതിനാൽ അതിനെ ഗുണമായി വേണം കാണാൻ. എന്നാൽ 8-ലോട്ട് പോകുമ്പോഴും ശുക്രൻ ഒട്ടും ദോഷം ചെയ്യില്ല. ബന്ധുക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്, അവിടെയും കൂടെ വ്യാഴവും നിൽക്കുന്നുണ്ട്. ഗുരുശുക്ര യോഗം എന്നൊക്കെ പറയുന്നത് വളരെ ഗുണമാണ്. അതുകൊണ്ട് ഈ മാസം പൊതുവെ ഇവർക്ക് പ്രത്യേകിച്ചും പകുതിക്ക് ശേഷം കൂടുതൽ ഗുണം കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുക, ആശയക്കുഴപ്പമുണ്ടായിരുന്ന കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുക, ചില പ്രത്യേക കൂട്ടുകെട്ടുകൾ ഇവർക്ക് ഗുണകരമായിട്ട് വരിക, വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു അനുരഞ്ജനമായ, കുറച്ചുകൂടി മനസ്സിന് സമാധാനം നൽകുന്ന തീരുമാനങ്ങൾ ഉണ്ടാവുക, സംഘർഷങ്ങൾ ഒഴിവാക്കുക, അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കുക, കലഹങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ട് പൊതുവെ ഗുണമാണ്. സൂര്യൻ ചൊവ്വയ്ക്ക് ബന്ധുവാണ്. അതുകൊണ്ട് സൂര്യൻ്റെ രാശിയായ ചിങ്ങത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ജന്മലഗ്നാധിപനായ ചൊവ്വ നിൽക്കുമ്പോൾ അവരുടെ കർമ്മഭാവം കുറച്ചുകൂടി പുഷ്ടിപ്പെടും. അത്തരം കർമ്മ വൈശിഷ്ട്യം കൊണ്ടാവണം ഒരുപക്ഷെ ചില തടസ്സങ്ങൾ ഇവർക്ക് മാറാൻ സാധിക്കുന്നതും കൂടുതൽ ഗുണകരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും. കുറച്ച് കാർക്കശ്യങ്ങളും ചില വാശികളുമൊക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണ് കൂടെ പ്രവർത്തിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള, അല്ലെങ്കിൽ പ്രണയിനിക്ക് അല്ലെങ്കിൽ പ്രണേതാവിന് ഏതെങ്കിലും തരത്തിലുള്ള വിഷമമുണ്ടാകുന്നത്. അത് ഒരുപക്ഷെ മാറാനൊരു സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ശുക്രൻ്റെ 7-ലെ നിലയേക്കാൾ, ശുക്രൻ 7-ൽ കാരകൻ കാരകഭാവെ നിന്നാൽ ജീവനുള്ളതിനെ എടുത്തു കളയുമെന്നാണ്. അപ്പോൾ കാരകൻ കാരകഭാവെ നിന്നിരുന്നു. ശുക്രൻ്റെ ഭാവമായ ദാമ്പത്യഭാവമായ 7-ലാണ് നിന്നിരുന്നത്. എന്നാലും അത് ഇടവം രാശിയായതിനാൽ ഈ കാരകഭാവത്തിൻ്റെ സ്വഭാവത്തെ നമുക്ക് തൽക്കാലം ആ ദോഷത്തെ മറക്കാം. 8-ലോട്ട് പോകുമ്പോൾ ശുക്രൻ കൂടുതൽ ഗുണത്തെ ചെയ്യും. പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായ സന്തോഷവും ഗുണങ്ങളും ഉണ്ടാകും, ദാമ്പത്യ സുഖം ഉണ്ടാകുമെന്ന് തന്നെ ചിന്തിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം 10-ാം ഭാവത്തിൽ കേതു വിദേശവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കാണുന്നു. രാഹുവിൻ്റെ ദൃഷ്ടി കൂടി ഉള്ളതുകൊണ്ട് വിദേശത്തുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ടോ, അന്യമതസ്ഥനോ അന്യജാതിക്കാരനോ ആയ വ്യക്തികളുമായോ അന്യദേശക്കാരനായ വ്യക്തികളുമായോ ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് ചെയ്യുകയും ഒരു ഏകോപന വിജയം ഉണ്ടാവുകയും ചെയ്യുമെന്ന് കാണുന്നുണ്ട്. പൊതുവെ മാസാവസാനത്തിൽ കൂടുതൽ വരുമാനം ഇവർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ഇവർ ശ്രദ്ധിക്കേണ്ടത് സന്താനങ്ങൾക്കുണ്ടാകാവുന്ന ചെറിയ ശാരീരിക അവശതകൾ, ഇവർക്ക് ലോവർ അബ്ഡമിൻ ഭാഗം, പ്രത്യേകിച്ച് തുട, കാൽമുട്ട് ഭാഗങ്ങളിൽ ഉണ്ടാകാവുന്ന ഏതെങ്കിലും വിധത്തിലുള്ള
പേശി സംബന്ധമായോ എല്ല് സംബന്ധമായോ ഉണ്ടാകാവുന്ന വേദനകൾ, അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ വസ്തിപ്രദേശത്തും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളോ ചിലപ്പോഴെങ്കിലും ശസ്ത്രക്രിയ വേണ്ടി വരുന്നൊരവസ്ഥയോ കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാന ദിവസങ്ങൾ ജൂലൈ മാസത്തിൽ 1, 2, 3, 6 സായാഹ്നത്തിന് ശേഷം 7, 8, 11 ഉച്ച കഴിഞ്ഞ് 12, 13 സന്ധ്യ വരെ, അത് കഴിഞ്ഞാൽ 18, 19, 20, 21, അത് കഴിഞ്ഞാൽ 26 സായാഹ്നത്തിന് ശേഷം 27, 28, 29, 30, 31 മധ്യാഹ്നം വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 7-ലാണ് സഞ്ചരിക്കുന്നത്. ശുക്രൻ കൂടി 7-ലേക്ക് മാസ അവസാനത്തോടു കൂടി വരുന്നു, അതായത് 26-ാം തീയതിയോടുകൂടി വരുന്നു. അതുപോലെ 9-ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ചൊവ്വ 10-ലേക്ക് വരുന്നു. ചൊവ്വ മാസ അവസാനത്തോടു കൂടി 28-ാം തീയതിയാണ് കന്നിരാശിയിലേക്ക് വരുന്നത്. 4-ാം ഭാവത്തിൽ ശനിയുണ്ട്, കർമ്മഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട്. 3-ൽ രാഹു, 9-ൽ കേതു. ബുധൻ നിൽക്കുന്നത് അഷ്ടമത്തിലാണ്. അഷ്ടമ ബുധൻ ദോഷം ചെയ്യില്ല. എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം 7-ലെ വ്യാഴവും അതുപോലെ തന്നെ 6-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ അത്ര നല്ലതല്ല. സ്വന്തം രാശിയായതിനാൽ വലിയ ദോഷം ചെയ്യില്ല. 7-ൽ ചേരുമ്പോഴും ശുക്രൻ വലിയ ഗുണത്തെ ചെയ്യില്ല. അപ്പോൾ വ്യാഴം, ബുധൻ, അതുപോലെ തന്നെ 10-ൽ മാസ അവസാനത്തോടു കൂടി വരുന്ന ചൊവ്വ, 3-ലെ രാഹു, ഇതൊക്കെയാണ് ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളായ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗക്കാർക്ക് ഗുണകരമായിട്ട് ഈ മാസത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സർവ്വ പ്രവർത്തനങ്ങളിലും ഒരു ഈശ്വരാധീനം സങ്കല്പിക്കാം, ആശിക്കാം. കാരണം നിവൃത്തി സ്ഥാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് 7. ദാമ്പത്യത്തിൻ്റെ ഭാവം മാത്രമല്ലത്, എല്ലാ ദാമ്പത്യം ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ, അടിസ്ഥാനമാണ് കുടുംബം എന്ന് പറയുന്നത്. അവിടുത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ കർമ്മങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് പോലെ 7-ാം ഭാവം പൊതുവെ കുടുംബത്തിലെ അസ്വസ്ഥതകൾ ഇല്ലാതെയായാൽ പുറമേയും അയാൾക്ക് അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാൻ പറ്റാതെ വരും. അതായത് നന്നായി ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ 7-ാം ഭാവത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അവിടെ വ്യാഴമാണ് നിൽക്കുന്നത്. വേണ്ടത്ര ബലമൊന്നും മിഥുനം രാശിയിൽ വ്യാഴത്തിനില്ലെങ്കിലും ഭാവാൽ ഗുണത്തെ അത് ചെയ്യും. അതുകൊണ്ട് വ്യാഴത്തിൻ്റെ അനുഗ്രഹം, ഈശ്വരാധീനം, മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം, ബൃഹസ്പതിയുടെ അനുഗ്രഹം ഇവർക്കുണ്ട്. അതുതന്നെ ഇവരുടെ പല കാര്യങ്ങളിലും അവിടെ നിന്നുകൊണ്ട് ലഗ്നത്തിലേക്കാണ്, ജന്മലഗ്നത്തിലേക്കാണ്, സ്വന്തം ക്ഷേത്രത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി. അതുകൊണ്ട് തന്നെ ഈ വ്യക്തികൾ, അതായത് ധനുക്കൂറിൽപ്പെട്ട വ്യക്തികൾക്ക് അപാരമായൊരു ഈശ്വരാധീനം ഇപ്പോഴുണ്ട്. ഈശ്വരൻ കൂടെയുണ്ടെങ്കിൽ മറ്റെന്തു വേണമെന്ന ചോദ്യം തന്നെയാണ് ഇവിടെ പ്രസക്തം. അതുകൊണ്ട് ഇവരുടെ സർവ്വ കാര്യങ്ങളിലും ഉണ്ടാകുന്ന വിഘ്നങ്ങൾക്ക് മാറ്റമുണ്ടാകും. 4-ൽ നിന്നുകൊണ്ട് ശനി 10-ാം ഭാവത്തിലേക്ക് നോക്കുന്നത് കൊണ്ട് കർമ്മഭാവത്തിൽ ഇവർക്ക് തടസ്സങ്ങളുണ്ട്. എന്നാൽ ശനി ഒരിക്കലും പൂർണ്ണമായി ഒന്നിനെയും നശിപ്പിക്കില്ല. മറിച്ച് പരീക്ഷകളിലൂടെ, അധ്വാനങ്ങളിലൂടെ തങ്ങളുടെ ശുദ്ധത കൂടുതൽ സുതാര്യമാക്കി മാറ്റാനാണ് ശനിയുടെ ശ്രമം. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് മുമ്പ് എപ്പോഴെങ്കിലും ഇവർ ചെയ്തിരുന്ന ദോഷവശങ്ങൾക്ക് പരിഹാരമായി ഇപ്പോഴനുഭവിക്കുന്ന യാതനകൾ മറികടക്കുകയും ഈശ്വരാധീനം കൊണ്ട് അതിനെ വിജയിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് കാണുന്നത്. അതുപോലെ ചൊവ്വ കൂടി മാസാവസാനത്തോടു കൂടി 10-ലേക്ക് വരുന്നതിനാൽ കർമ്മരംഗത്ത് വളരെ ശക്തമായ ഊർജ്ജസ്വലതയും തെളിമയുള്ള ഒരു അന്തരീക്ഷവും ഉണ്ടാകുമെന്ന് വേണം ചിന്തിക്കാൻ. അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഇവരുടെ കഴിവ് ഏറ്റവും നന്നായിട്ട് ഇവർക്ക് പ്രയോഗിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. ചിലപ്പോൾ ചില പ്രത്യേക ആശങ്കകളിലും പിരിമുറുക്കങ്ങളിലും ചെന്ന് പെടുമ്പോൾ തങ്ങൾക്കുണ്ടായിരുന്ന കഴിവുകൾ പോലും മറന്നുപോകാൻ സാധ്യതയുള്ള അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ബുധൻ പോയി 8-ൽ നിൽക്കുന്നതിനാൽ അഷ്ടമ ബുധൻ, മറഞ്ഞ ബുധൻ നിറഞ്ഞ അറിവിനെ കൊടുക്കും. ഏത് സാഹചര്യത്തിലും ഏത് പ്രതികൂല അവസ്ഥയിലും ഇവർക്ക് തങ്ങളുടെ കഴിവുകൾ ഏറ്റവും നന്നായി വ്യാപരിപ്പിക്കാൻ സാധിക്കും അവരുടെ കർമ്മ മേഖലയിൽ. അതുകൊണ്ട് അവർക്ക് ഏറ്റവും നന്നായി ശോഭിക്കാൻ സാധിക്കും തങ്ങളുടെ തൊഴിൽ മേഖലയിൽ എന്ന് വേണം ചിന്തിക്കാൻ. അതുപോലെ 3-ലെ രാഹുവും ഊർജ്ജസ്വലതയുടെയും പ്രവർത്തനത്തിലെ ഇവരുടെ സാഹസികതയുടെയും അവരുടെ ബുദ്ധിശക്തിയുടെയും ഒക്കെ ക്രിയേറ്റിവിറ്റിയുടെയും ഒക്കെ പ്രാമാണിത്വം വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ നന്നായിട്ട് ഇവർക്ക് പ്രവർത്തന രംഗത്ത് ശോഭിക്കാൻ സാധിക്കുന്നു. പിതാവിന് ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. രക്തസമ്മർദ്ദത്തിൻ്റെ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. നയനം, അതുപോലെ തന്നെ ഹൃദയം, ഞരമ്പുകൾ, ഈ ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഈ നക്ഷത്രത്തിൽപ്പെട്ട ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രത്തിൽപ്പെട്ടവർക്കും മാസം പകുതിക്ക് ശേഷം ശാരീരികമായ ചില അവശതകൾ, അതുപോലെ പിതാവിന് ദോഷാവസ്ഥകളൊക്കെ ചിന്തിക്കണം. അത്തരം കാര്യങ്ങൾക്ക് വരാം. പ്രത്യേകിച്ചും കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ, ഈ ഭാഗത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. മാതാവിനും ദോഷം കാണുന്നുണ്ട്. 4-ൽ ശനി സഞ്ചരിക്കുമ്പോൾ മാതാവിന്, വാഹനത്തിന് ഇതൊക്കെ ദോഷമുണ്ടാകാം. താമസിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. ഇതൊക്കെ ഉണ്ട് എങ്കിൽ പോലും 7-ലെ വ്യാഴം ഇതിനെയൊക്കെ പരിഹരിക്കും എന്ന് തന്നെ കാണാം.
ശുക്രൻ 7-ൽ പോകുമ്പോൾ സംഭവിക്കുന്നത് 6-ൽ നിന്ന് 7-ൽ പോകുമ്പോൾ സംഭവിക്കുന്നത് ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഇടപെടുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ചെറിയ ചില അവസ്ഥകൾ, ദോഷാവസ്ഥകളാണ്. മറ്റു കാര്യങ്ങളിൽ, കഴിവിൻ്റെ കാര്യത്തിലും ധനാഗമന കാര്യത്തിലും അവർക്കത് ദോഷത്തെ ചെയ്യില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം, ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, 4, 5, 6 സായാഹ്നം വരെ, അത് കഴിഞ്ഞാൽ 9, 10, 11 ഉച്ച വരെ, 13 സന്ധ്യയ്ക്ക് ശേഷം 14, 15, 20, 21, 22, 23, 24 മധ്യാഹ്നം വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 29, 30, 31 മധ്യാഹ്നം വരെയും താരതമ്യേന ഭേദപ്പെട്ടതാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം, ഇവർക്ക് വ്യാഴം ഇപ്പോൾ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ 5-ലാണ് മാസത്തിൻ്റെ അവസാന ദിവസങ്ങൾ വരെയും, അതിനുശേഷം 26-ന് ശേഷം അത് 6-ലേക്ക് പോകും. അതുപോലെ 7 ശനി പൂർണ്ണമായി മാറി ശനി 3-ൽ പോയിരിക്കുന്നു. 2-ൽ രാഹു, അഷ്ടമത്തിൽ കേതു, അഷ്ടമത്തിൽ നിന്നിരുന്ന ചൊവ്വ മാസാവസാനത്തോടു കൂടി 9-ലോട്ട് പോകും. ബുധൻ 7-ലാണ്. അപ്പോൾ ബുധൻ 2, 4, 6, 8, 10, 11 ഭാവങ്ങളിലാണ് ചാരവശാൽ ഗുണം എന്ന പ്രമാണം വച്ചിട്ട് ശത്രുരാശിയിൽ പോയി 7-ൽ നിൽക്കുമ്പോൾ ബുധൻ അത്ര ഗുണത്തെ ചെയ്യില്ല. അതുകൊണ്ട് തങ്ങൾക്കുണ്ടായിരിക്കുന്ന കഴിവുകൾ ഏറ്റവും നന്നായി വിനിയോഗിക്കാൻ ഈ ഒരു കാലഘട്ടത്തിൽ ഇവർ ശ്രമിക്കണമെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ചിലപ്പോൾ ചില അബദ്ധങ്ങൾ, ശരിയാണ് എന്ന് വിചാരിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ അബദ്ധമായി ചെന്ന് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടാവണം. അതുപോലെ ഈശ്വരാധീനം മറഞ്ഞു നിൽക്കുന്ന സമയമാണ്. ശുക്രൻ 5-ൽ നിൽക്കുന്നത് കൊണ്ട് ദേവീ കടാക്ഷം ജൂലൈ 26 വരെയുണ്ട്. 26-ന് ശേഷം അല്പം ദോഷം വരുമെന്നേ ഉള്ളൂ. എന്നാലും ശുക്രൻ്റെ നിലയാണ് ഇവർക്കിപ്പോൾ ഏറ്റവും ഗുണകരമായി കാണുന്നത്. അതുപോലെ ശനി 3-ാം ഭാവത്തിലേക്ക് പോയിരിക്കുന്നതും നല്ലതാണ്. ശനി 3-ൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ പോയി നിൽക്കുന്നത് 7-ര ശനി കഴിഞ്ഞ് ഒരു 2.5 വർഷത്തേക്ക് ശനി 3-ൽ പരമാവധി ഗുണത്തെ കൊടുക്കുമെന്നാണ്. 7-ര ശനിയിൽ ഇല്ലാതെയാക്കിയ പല കാര്യങ്ങളിലും, 7-ര ശനിയിൽ തടസ്സപ്പെടുത്തിയ പല കാര്യങ്ങളിലും, ദുരന്തവും പ്രശ്നങ്ങളും ഉണ്ടാക്കിയ പല കാര്യങ്ങളിലും ആശ്വാസം പോലെ 3-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് മനസ്സിന് ശക്തിയും കർമ്മരംഗത്ത് ഉയർച്ചയും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ ഊർജ്ജസ്വലതയും ധനാഗമന കാര്യങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള ചില അവസ്ഥകളും ശനി 3-ലെ ശനി ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് പ്രമാണം. അതനുസരിച്ച് ഇവർക്കിപ്പോൾ മാറ്റങ്ങളുടെ സമയമാണ്. കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്ന തടസ്സങ്ങളും പ്രശ്നങ്ങളും മാറുന്നു. 5-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ അവർക്ക് താൽക്കാലികമായിട്ട് വലിയ ഗുണത്തെ കൊടുക്കുകയും ചെയ്യുന്നു. അടുത്ത വർഷം വ്യാഴമൊക്കെ 7-ൽ പോകും. വ്യാഴം ഉച്ചാവസ്ഥയിലാണ് 7-ലോട്ട് പോകുമ്പോൾ. അതുകൊണ്ട് വളരെ ഗുണത്തെ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇപ്പോൾ ഈ മാസത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെയും ശനിയുടെയും അനുഗ്രഹം എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ തടസ്സങ്ങൾക്കും ആരോഗ്യ സംബന്ധമായും അപകട സംബന്ധമായ കാര്യങ്ങൾക്കുമൊക്കെ മാസാവസാനത്തോടുകൂടി മാറ്റങ്ങളുണ്ടാകും. എന്നാൽ പിതാവിന് മാസാവസാനത്തോടുകൂടി അരിഷ്ടത കാണുന്നുണ്ട്. അതുപോലെ സഹോദരങ്ങൾക്കും ചെറിയ ദോഷാവസ്ഥകളോ ആരോഗ്യ പ്രശ്നങ്ങളോ വാദസംബന്ധമായ അസുഖങ്ങളോ ഉണ്ടാകാം. ചില പ്രധാന വിഷയങ്ങളിൽ അവർക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുമെങ്കിലും ആരോഗ്യ സംബന്ധമായി വളരെ ശ്രദ്ധ വേണം. ചില ഒറ്റപ്പെടലുകളിലൂടെ, ബന്ധങ്ങളിലുണ്ടാകുന്ന ചില അകൽച്ചകളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുന്നതായിട്ട് കാണാം സഹോദര സ്ഥാനത്തുള്ളവർ. അതുപോലെ അഷ്ടമത്തിൽ നിൽക്കുന്ന കേതു അനവസരത്തിൽ അപ്രതീക്ഷിതമായി തടസ്സങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാക്കാം. തീയ്, ഇലക്ട്രിസിറ്റി, ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും വാക്ക് മറ്റുള്ളവരോട് ഉപയോഗിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരോട് എന്തെങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം കരുതൽ വേണം. ചില തർക്ക വിഷയങ്ങളൊക്കെ ഉണ്ടാകാം. അതിൽ മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ചിലപ്പോഴെങ്കിലും കോടതി കയറേണ്ടി വരികയോ പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വരികയോ ഒക്കെ ചെയ്തേക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും പറയണം. ശ്രദ്ധ എങ്ങനെ വരുമെന്നൊക്കെ ചിലരും ചോദിക്കാറുണ്ട്. ശ്രദ്ധ എന്നാൽ ബോധമനസ്സിൻ്റെ ഒരു പ്രവർത്തന രീതിയാണ്. ബോധമനസ്സ് എപ്പോഴും നമുക്ക് സ്വായത്തമാകണമെങ്കിൽ കൃത്യമായ പ്രാർത്ഥന വേണം. കാരണം ബോധം തന്നെയാണ് ഈശ്വരൻ. ബോധമാണ് ഈശ്വരൻ എന്നാണ് പ്രമാണം. അപ്പോൾ ഈശ്വരനെ എപ്പോഴും കൃത്യമായി വണങ്ങുക. മറ്റുള്ളവർക്ക് പ്രകടിപ്പിക്കാൻ വേണ്ടി ചന്ദനം ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ പ്രത്യേക ചില വസ്ത്രധാരണകൾ ഇട്ടുകൊണ്ടോ ഏതെങ്കിലുമൊക്കെ അടയാളപ്പെടുത്തുന്ന മാലകൾ അണിഞ്ഞുകൊണ്ടോ അല്ല ഭക്തി. അത് മനസ്സിൻ്റെ ഒരു സമർപ്പണമാണ്. ആ സമർപ്പണത്തിൽ ഏകാഗ്രത കൈവരുകയും അത് തീർച്ചയായും ശ്രദ്ധിക്കാൻ കൂടുതൽ ബോധ്യമുണ്ടാക്കുകയും ചെയ്യും. അതാണ് ശ്രദ്ധ. പലരും ശ്രദ്ധയെ ഒക്കെ വിമർശിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മറുപടി പറയുന്നത്. ആ ശ്രദ്ധ വേണമെന്നാണ് പറയുന്നത്. അത് തീർച്ചയായും മകരക്കൂറിന് ഉണ്ടാവണം. കാരണം ചില തർക്ക വിഷയങ്ങളിലൊക്കെ അബദ്ധവാക്കുകൾ പറയുകയും അത് പ്രശ്നമാകാനും സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവെ സാമ്പത്തിക കാര്യത്തിൽ ഇവർക്ക് ദേവീ കടാക്ഷമുണ്ട്, ഊർജ്ജസ്വലതയുണ്ട്, കർമ്മ സപര്യ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശാരീരികവും മാനസികവുമായ ശക്തിയുണ്ട്. ഇതുണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഫലമായി തീർച്ചയായിട്ടും ഇവർക്ക് മുന്നേറാൻ സാധിക്കും.
വ്യാഴദോഷത്തിന് മഹാവിഷ്ണു ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ഈ രാഹുകേതുക്കൾക്ക് പ്രത്യേകമായ പൂജയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് ജൂലൈ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4, 5, 6, 7, 8 ദിവസങ്ങൾ, അതിനുശേഷം 11 ഉച്ചകഴിഞ്ഞ് 12, 13 സന്ധ്യ വരെ, ശേഷം 16, 17, അത് കഴിഞ്ഞാൽ 22, 23, 24, 25, 26 സായാഹ്നം വരെയും ഇവർക്ക് താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 5-ലാണ് സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്ന ജന്മശനി മാറിക്കഴിഞ്ഞു. എപ്പോഴേ മാറി? മാർച്ച് 29 മാറി. 2-ലാണ് ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത്. 7 ശനി പൂർണ്ണമായും മാറിയിട്ടില്ല. ജന്മത്തിൽ രാഹു, 7-ൽ കേതു, 7-ൽ നിന്നിരുന്ന ചൊവ്വ ജൂലൈ 28 കന്നിയിലേക്ക് പോകും. അതുപോലെ ജൂലൈ 26 4-ൽ നിൽക്കുന്ന ശുക്രൻ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഗുണമാണ് ചെയ്യുക. അവരുടെ വീട്, താമസിക്കുന്ന സ്ഥലം, തങ്ങുന്ന ഇടം, ഇവിടെയെല്ലാം അവർക്ക് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന അനുഗ്രഹങ്ങളും അവസ്ഥകളും ഉണ്ടാകും. തങ്ങളുടെ കർമ്മ മേഖലയിൽ ഏറ്റവും നന്നായി ശോഭിക്കാൻ സാധിക്കും. 4-ൽ നിന്നുകൊണ്ട് 10-ലേക്ക് ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട്. കർമ്മഭാവം, അതായത് പ്രവർത്തന രംഗം, തൊഴിൽ മേഖല കൂടുതൽ ശോഭിക്കാൻ സാധിക്കും. വരുമാന മാർഗം വർദ്ധിക്കും. അതുപോലെ തന്നെ കുടുംബത്തിൽ അറ്റകുറ്റപ്പണികൾ ഉണ്ടാകും. പുതിയ വാഹനം വാങ്ങാം. വാഹനത്തിൻ്റെ മോശാവസ്ഥകൾ പരിഹരിക്കാം. ബന്ധങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലത, മാതാവിൻ്റെ തറവാട്, അതുപോലെ ഈ നക്ഷത്രക്കാർ ജനിച്ച അവരുടെ മൂല തറവാട്, അവിടെയൊക്കെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. മാതൃ സഹോദരങ്ങൾക്കോ ഒക്കെ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാം. മാതാവിൽ നിന്ന് ഈ നക്ഷത്രക്കാർക്കും ഗുണപരമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികമായ നേട്ടം, ഭവന നിർമ്മാണം, അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് കൂടുതൽ ഉയർച്ച, സമൂഹവുമായി ഇടപെടുന്ന കാര്യത്തിലൊക്കെ കുറച്ചുകൂടി ഉന്നതമായ അവസ്ഥകൾ ഒക്കെ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു മാസാവസാനത്തിന് 26-ന് ശേഷവും 5-ലോട്ടാണ് ശുക്രൻ പോകുന്നത്. അതും ഗുണകരമാണ്. ബന്ധുക്ഷേത്രത്തിലാണ്, ബുധൻ്റെ രാശിയിലേക്കാണ് പോകുന്നത്. വ്യാഴത്തിൻ്റെ കൂടെയാണ് നിൽക്കാൻ പോകുന്നത്. അതുകൊണ്ട് എന്തായാലും ഈ മാസത്തിൽ വ്യാഴ ശുക്ര അനുഗ്രഹം തീർച്ചയായും കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ നക്ഷത്രക്കാർക്കുണ്ടാകും. പൊതുവെ ഗുണകരമാണ് ഇവരുടെ അവസ്ഥ. ഇവർക്ക് ദോഷം എന്ന് പറയാൻ സാധ്യതയുള്ളത് 7-ൽ നിൽക്കുന്ന ചൊവ്വയും കേതുവും ജന്മത്തിലെ രാഹുവുമാണ്. ബുധൻ 6-ൽ സഞ്ചരിക്കുന്നത് നല്ലതാണ്. സാമ്പത്തിക നേട്ടം, വരുമാന മാർഗം, വിദ്യാവിജയം, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അഭിമുഖങ്ങളോ എഴുത്തു പരീക്ഷകളിലോ വിജയം, അതൊക്കെ ഉണ്ടാകാം. വിദ്യാർത്ഥിനികൾക്കും നല്ലതാണ്. ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് വിജയത്തിൻ്റെ എല്ലാ ഗുണങ്ങളും കാണുന്നുണ്ട്. എന്നാൽ 7-ൽ നിൽക്കുന്ന ചൊവ്വ മാസം 28 മാത്രമേ 8-ലോട്ട് പോകുന്നുള്ളൂ. 8-ലും ചൊവ്വ നല്ലതല്ല. കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കൽ, ചിലപ്പോൾ ജീവിത പങ്കാളിയെ വേണ്ടത്ര പരിഗണിക്കാത്ത ഒരവസ്ഥ, ഇതൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ കലഹമോ പ്രശ്നങ്ങളോ ചില മാറി നിൽക്കലുകളോ വന്നേക്കാം. അതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ 4-ൽ നിൽക്കുന്ന ശുക്രൻ ഇതിനെ പരിഹരിക്കുമെന്ന് ചിന്തിക്കണം. കാരണം 4 കൊണ്ടും ചിന്തിക്കണം കുടുംബത്തെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഒന്നിലേറെ വ്യക്തികളാണ് 4-ൽ വരുന്നത്. എപ്പോഴും സമൂഹം ഒക്കെ അതിൽ വരുന്നുണ്ട്. അപ്പം 4-ാം ഭാവം എന്ന് പറയുമ്പോൾ ഒരു നാഥൻ, നാഥ, കുട്ടികൾ, മാതാവ് അടക്കം, ഇതെല്ലാം ചിന്തിക്കാം. അപ്പോൾ സ്വാഭാവികമായും അവിടെ ശുക്രൻ ബലവാനായി നിൽക്കുന്നത് കൊണ്ട് വേർപെട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എന്നാൽ കുടുംബത്തിൽ തന്നെ താമസിച്ചുകൊണ്ട് ചിലപ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങളിലോ അധ്വാനിക്കാൻ വേണ്ടി പണമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങളിലോ ശ്രദ്ധ വരുന്നത് കൊണ്ട് വേണ്ടത്ര പരിഗണന ചിലപ്പോൾ ജീവിത പങ്കാളിക്ക് ഉണ്ടാവണം എന്നില്ല, കിട്ടണമെന്നില്ല. അത് ഉണ്ടാവാം. അതും ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കണം. മാത്രമല്ല ലോവർ അബ്ഡമിൻ ഭാഗങ്ങൾ, ഇൻറ്റേർണൽ ലോവർ അബ്ഡമിൻ ഏരിയാസ്, ഇവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ശസ്ത്രക്രിയയോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകാം. അപകട സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വാഹനം ഓടിക്കുക. സാഹസികം എന്ന് നമുക്കിപ്പോൾ വിശേഷിപ്പിക്കാവുന്ന കർമ്മങ്ങൾ എന്താണോ അതൊക്കെ തന്നെ വളരെ സൂക്ഷിച്ച് ചെയ്യുക. അതാണ് പ്രത്യേകമായി പറയാനുള്ളത്. പിന്നീട് 8-ലോട്ടാണ് ജൂലൈ 28 ചൊവ്വ മാറുന്നത്. അതും അത്ര നല്ലതല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1 സായാഹ്നം വരെയും നല്ല ദിവസമാണ്. അതിനുശേഷം 6 സായാഹ്നത്തിന് ശേഷം 7, 8, 9, 10, 11 ഉച്ചവരെ, 13 സന്ധ്യയ്ക്ക് ശേഷം 14, 15, 18, 19,
24 മധ്യാഹ്ന ശേഷം 25, 26 സായാഹ്നം 26, 27, 28 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ജന്മത്തിൽ ശനി, 12-ൽ രാഹു, 6-ൽ സഞ്ചരിക്കുന്നു ചൊവ്വ, കേതു. 28-ാം തീയതി ചൊവ്വ 7-ലോട്ട് പോകുന്നു. അതുപോലെ ബുധൻ 5-ൽ സഞ്ചരിക്കുന്നു, വ്യാഴം 4-ൽ സഞ്ചരിക്കുന്നു. മാസം അവസാനത്തോടുകൂടി 26-ാം തീയതിയോടുകൂടി ശുക്രൻ 3-ൽ നിന്ന് 4-ലേക്ക് പോകുന്നു. ശുക്രൻ്റെ 3-ലെ നില 4-ലെ നിലയും താരതമ്യേന ഗുണമാണ്. അതുകൊണ്ട് പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഇവർക്ക് വലിയ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. പ്രത്യേകിച്ചും ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, മറ്റുള്ളവരുമായി ചേർന്ന് സഹകരിച്ച് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സഹോദരന്മാരോ ബന്ധുക്കളോ സഹോദര ഗുണത്തോടു കൂടിയുള്ള ചില പ്രവർത്തനങ്ങളോ അവരുടെ ആശ്രയത്തോടു കൂടിയുള്ള ചില പ്രവർത്തനങ്ങളോ ഇതൊക്കെ തന്നെ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ ഗുണത്തെയാണ് ചെയ്യുക. മാസം അവസാനത്തോടുകൂടി അവർ ഭവനം വാങ്ങാനോ അല്ലെങ്കിൽ ഭവനത്തിൽ അറ്റകുറ്റപ്പണി നടത്താനോ സാധ്യതയുണ്ട്. തങ്ങൾ പ്രവർത്തിക്കുന്ന ഇടത്തും ചില ഭൗതിക പുരോഗതികൾ വരുത്താൻ സാധ്യതയുണ്ട്. ചില ഭൗതികമായ വികസനങ്ങൾ നടത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. വാഹനത്തിന് മാറ്റം വരാം, ഇരിക്കുന്ന കസേര മാറാം, അതായത് അവരുടെ പദവി മാറാം. ഇതൊക്കെ സാധ്യത പ്രത്യേകിച്ചും മാസത്തിൻ്റെ അവസാന വാരത്തിൽ. അതുകൊണ്ട് പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷങ്ങളില്ല. എന്നാൽ എപ്പോഴും ചിന്തിക്കേണ്ടത് ജന്മശനി ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ജന്മശനി എന്ന് പറഞ്ഞാൽ ജന്മത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ ഇവർ ശ്രദ്ധിക്കണം. കാരണം പ്രത്യേകിച്ചും ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡയബറ്റിക്സ് ഒക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. അതുപോലെ അൾസറോ ഫിസ്റ്റുലയോ പൈൽസോ ഒക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. ലോവർ അബ്ഡമിൻ ഭാഗം, ജെനിറ്റൽ ഓർഗൻസ്, ഈ സ്ഥലത്ത് മാസ അവസാനം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കാം. അതുപോലെ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ, പ്രത്യേകിച്ചും പെൺകുട്ടികൾ ഋതുമതി ആകുന്ന കാലമോ അല്ലെങ്കിൽ അതിന് തൊട്ടുമുമ്പുള്ള കാലമോ ഒക്കെ ഉദര സംബന്ധമായ അല്ലെങ്കിൽ ഗർഭാശയ സംബന്ധമായ വ്യാധികൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാവുന്നതല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ത്വക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ, ആശങ്കകൾ. അത് നഷ്ടഭീതിയാണ് പ്രധാനമായും. ആരോഗ്യ സംബന്ധം, ആയുസ്സിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ നേട്ടങ്ങളുടെ കാര്യത്തിൽ, വരുമാന ഭദ്രതയുടെ കാര്യത്തിലൊക്കെ നഷ്ടഭീതി എപ്പോഴും ഇവരെ ശല്യപ്പെടുത്തും, ആശങ്കകൾ ഉളവാക്കും. സർപ്പം തലപൊക്കുന്നത് പോലെ അത്തരം ആശങ്കകൾ ഉണ്ടാക്കുകയും അത് ഇവരുടെ നല്ല മനസ്സിനെ പലപ്പോഴും കീഴടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അസ്വസ്ഥതകളും ആശങ്കകളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാം. അത് മാറുവാനായി പ്രത്യേകമായ ജപഹോമാദികളൊക്കെ ഉണ്ട്. ജപമാണ് കലിയുഗത്തിൽ പരമപ്രധാനം. ജപിക്കുക, ഒന്നുകിൽ തങ്ങളുടെ ഉപാസനാമൂർത്തിയെ കൃത്യമായി ജപിക്കുക, അല്ലെങ്കിൽ അതത് ദോഷത്തിന് അതത് ദേവന്മാരുടെ ശ്ലോകങ്ങൾ ഉണ്ട്, ആ മന്ത്രങ്ങൾ ജപിക്കുക. പ്രധാനമായും ഇവരെ സംബന്ധിച്ചിടത്തോളം വയറ്, ആ ഭാഗങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ലോവർ അബ്ഡമിൻ ഭാഗങ്ങൾ, ജെനിറ്റൽ ഓർഗൻസ്, ലൈംഗിക അവയവങ്ങൾ, ഇവിടെയൊക്കെ ശ്രദ്ധ വേണം. വസ്തിപ്രദേശം, അതായത് ഈ അരക്കെട്ടിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങൾ, കുണ്ടലിനി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ദോഷാവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3, 9, 10, 11, 12, 13 സന്ധ്യ വരെ, 16, 17, 20, 21, 26 സായാഹ്ന ശേഷം 27, 28, 29, 30, 31 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. ശനിദോഷ പരിഹാരത്തിന് ഓം ശനൈശ്വരായ നമ എന്ന മന്ത്രം ജപിക്കുക. ശനിയാഴ്ച ദിവസത്തെ വ്രതശുദ്ധി പാലിക്കുക. കറുത്ത വസ്ത്രം ധരിക്കുക. കറുത്ത പട്ട് ശനിദേവനോ ശാസ്താവിനോ അയ്യപ്പസ്വാമിക്കോ സമർപ്പിക്കുക. അതുപോലെ കടുംപായസം കഴിപ്പിക്കുക, നീരാഞ്ജനം കഴിപ്പിക്കുക, കാക്കയ്ക്ക് ഇടത്തെ കൈ കൊണ്ട് എച്ചിൽ കൊടുക്കുക, തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരെ, തങ്ങളെക്കാൾ കുറഞ്ഞവരെ, സാമ്പത്തികമായി കുറഞ്ഞവരെയും മറ്റ് കായികശേഷി കുറഞ്ഞവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും പ്രധാനമായി വേണ്ടത്. അതുപോലെ തന്നെ വ്യാഴദോഷ പരിഹാരത്തിന് പ്രത്യേകമായി ശ്രദ്ധ വേണം. അതായത് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ച ദിവസം മഞ്ഞപ്പട്ട് സമർപ്പിക്കുക, പാൽപ്പായസ നൈവേദ്യം, അതുപോലെ നെയ്വിളക്ക് കത്തിക്കൽ, ഇതൊക്കെ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക. നാഗദോഷത്തിന് ഓം നാഗായ നമ എന്നോ ഓം അനന്തായ നമ എന്നോ ജപിക്കുക. 100 പാലും കൊടുക്കുക നാഗദൈവങ്ങൾക്ക്. അതുപോലെ കേതുദോഷത്തിന് ഗണപതിയെ സ്തുതിക്കുക. ഓം ഗം ഗണപതയെ നമ എന്ന് ജപിക്കുക. കർഗമാല അർപ്പിക്കുക ഗണപതിക്ക്. ഉണ്ണിയപ്പ നിവേദ്യം, ഗണപതി ഹോമം, നാളികേരം മുടക്കൽ, ഇതൊക്കെ വളരെ ഉത്തമമാണ്. എല്ലാവർക്കും നല്ലൊരു മാസമാവട്ടെ ജൂലൈ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.